നമസ്കാരം. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തെർമോഡൈനാമിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ലോയായ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഒരു ഹീറ്റ് എനർജി, ആ ഹീറ്റ് എനർജി രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഒന്ന്, ആ സിസ്റ്റത്തിലെ പാർട്ടിക്കിൾസിൻ്റെ ഇൻറ്റേർണൽ എനർജി ആയിട്ടും, രണ്ടാമത്തത് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനുമായിട്ട്. ആക്ച്വലി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ്. നിങ്ങൾക്കറിയാം, കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഫ്രോം വൺ ഫോം ടു അതർ. കൊടുക്കുന്ന എനർജിനെ ഒരിക്കലും നശിപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് അവിടെ സൃഷ്ടിക്കാനോ സാധിക്കില്ല. അത് ഓരോ ഫോംസിൽ നിന്ന് അടുത്ത ഫോംസിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എനർജി ഒരിക്കലും നഷ്ടപ്പെടില്ല, നശിക്കില്ല, അല്ലെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാവില്ല. അത് ഏതെങ്കിലും ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലേക്ക് മാറ്റപ്പെടും എന്നാണ് പറയുക. അപ്പം ഇവിടെ നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. വേറൊന്നുമില്ല, നമ്മളൊരു പാത്രത്തിൽ, ഒരു കലത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരിയിട്ട് ചോറ് തിളപ്പിക്കുകയാണ്. ആ ചോറ് തിളപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഗ്യാസ് അടപ്പിൽ വെച്ചാണ് അത് ചെയ്യുക. ആ ഗ്യാസ് അടപ്പിലൂടെ നമ്മളൊരു ഹീറ്റ് എനർജി ആ കലത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ആ കിട്ടുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ച് ആ വെള്ളത്തിലും കുറേ മോളിക്യൂൾസ് ഉണ്ടാകും, അതുപോലെ ചോറെന്ന് പറയുന്ന അരിയിലും കുറേ മോളിക്യൂൾസ് ഉണ്ടാകും. അപ്പം ഈ അരിയിലുള്ള മോളിക്യൂൾസിനും അതുപോലെ തന്നെ അതിലുള്ള വാട്ടറിലെ മോളിക്യൂൾസിനും കുറേ എനർജി കിട്ടുകയാണ്. ആ എനർജി ഉപയോഗിച്ച് ആ വെള്ളത്തിലെ മോളിക്യൂൾസ് അതിനെ മൂവ് ചെയ്യാനും, അതുപോലെ തന്നെ ആ മോളിക്യൂൾസ്, നമുക്കറിയാം സാധാരണ മോളിക്യൂൾസ് തമ്മിലൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഈ ഡിസ്റ്റൻസ് കൂടുകയും അല്ലെങ്കിൽ ഈ മോളിക്യൂൾസ് തമ്മിൽ ഒരു വൈബ്രേഷൻസ് ഉണ്ടാവും. ഈ വൈബ്രേഷൻ കൂടുകയും, അപ്പോൾ ആ മോളിക്യൂൾസിന് ആവശ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ആ മോളിക്യൂൾസിന് ആവശ്യമായിട്ടുള്ള കൈനറ്റിക് എനർജി. എങ്ങനെയാണ് മോളിക്യൂൾസിൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുക? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് എനർജി ഉപയോഗിക്കുക. ആ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ എനർജി ആയിട്ട് അത് ഉപയോഗിക്കുക. ഇനി മൊത്തത്തിലുള്ള ഈ അരിയെല്ലാം ഇങ്ങനെ നമുക്കറിയാം തിളച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഓടി ഓടി മൂവ് ചെയ്യുന്നതാണ് പറ്റും. അപ്പോൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, വൈബ്രേഷണൽ കൈനറ്റിക് എനർജി, ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. കൂടാതെ പൊട്ടൻഷ്യൽ എനർജി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് കൂടുക, ദാറ്റ് മീൻസ് ദ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി ആയിട്ടും, ഞാനൊരു പാത്രത്തിൽ, ഒരു കലത്തിലെ കുറച്ച് ചോറ് തിളപ്പിക്കുന്നതിന് വേണ്ടി വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിലുള്ള മോളിക്യൂൾസിന് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട്, ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും, ആ മോളിക്യൂൾസിന് വൈബ്രേഷണൽ കൈനറ്റിക് എനർജി ആയിട്ടും, റൊട്ടേഷണൽ എനർജി ആയിട്ടും, ട്രാൻസ്ലേഷണൽ എനർജി ആയിട്ടും ഈ കൊടുക്കുന്ന എനർജി കിട്ടുക. ഈ മൊത്തം ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിനെയും വൈബ്രേഷണൽ കൈനറ്റിക് എനർജിനെയും അല്ലെങ്കിൽ മൊത്തം കൈനറ്റിക് എനർജിനെയും പൊട്ടൻഷ്യൽ എനർജിനെയും കൂടി സം ആയിട്ടുള്ള എനർജിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇന്റേണൽ എനർജി എന്നാണ് പറയുക. സോ വാട്ട് ഈസ് ഇന്റേണൽ എനർജി? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി U എന്നാണ് വിളിക്കുക. വാട്ട് ഈസ് ഇന്റേണൽ എനർജി? ഇറ്റ് ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് ഇന്റേണൽ എനർജി.
അപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ആ മോളിക്യൂൾസിന് ഓൾറെഡി ഒരു എനർജി ഉണ്ടാവും അതിന്. പക്ഷെ നമ്മൾ ഇതിനെ തിളപ്പിക്കുന്നതിന് വേണ്ടി ആ കലത്തിലേക്ക് ഇടുമ്പോൾ ആ കൊടുക്കുന്ന നമ്മൾ ഹീറ്റായിട്ട് കൊടുക്കുന്ന എനർജിയുടെ ഒരു ഭാഗം ഈ ഇൻറ്റേർണൽ എനർജിക്കായിട്ട്, അതായത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടും യൂട്ടിലൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം കലത്തിൽ നമ്മൾ വെള്ളം ചോറും കൂടി തിളപ്പിക്കാനിട്ടു. അപ്പം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിയുടെ 1 part ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി, ദാറ്റ് ഈസ് ദ ഇന്റേണൽ എനർജി ചേഞ്ച്. എന്തുകൊണ്ടാണ് ഈ ചേഞ്ച് എന്ന് പറയുക? നമ്മൾ ഇന്റേണൽ എനർജി ചേഞ്ച് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി നമ്മൾ ഡെൽറ്റ യു ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഡെൽറ്റ യു എന്നാണ് പറയുക. അപ്പം ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു. എന്താണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആ സിസ്റ്റത്തിന് ഒരു എനർജി ഇന്റേണൽ എനർജി ഉണ്ടാവും. കാരണം ഓൾറെഡി ആ പാർട്ടിക്കിൾസ് എല്ലാം വൈബ്രേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും. അത് കൂടാതെ നമ്മളൊരു പർട്ടിക്കുലർ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി അതിനൊരു പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടാവും. നമ്മൾ കലത്തിൽ ഈ ഒരു ഹീറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടാവും, ഇൻക്രീസ് ചെയ്യും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി. സോ ആ ഇന്റേണൽ എനർജിയാണ് നമ്മൾ ഡെൽറ്റ യു എന്ന് വിളിക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു കലത്തിൽ വെള്ളം അരിയും അല്ലെങ്കിൽ ചോറും കൂടിയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഹീറ്റ് ഒരു ഭാഗം അതിലെ വെള്ളത്തിൻ്റെ മോളിക്യൂൾസിൻ്റെയും അല്ലെങ്കിൽ ചോറെന്ന് പറയുന്ന ആ റൈസിൻ്റെ മോളിക്യൂൾസിൻ്റെയും ഡിസ്റ്റൻസ്, മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. ഓർ ദ വൈബ്രേഷൻ, റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ എല്ലാം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി. And the sum of the kinetic energy and potential energy is known as the internal energy. So to increase the internal energy use ചെയ്യും ഈ കൊടുക്കുന്ന ഹീറ്റ് എനർജി. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഡെൽറ്റ ഡബ്ല്യു, ദാറ്റ് ഈസ് ഇതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധാരണ നമ്മളൊരു പാത്രം ഇങ്ങനെ വെച്ച് ആണ് ഈ ചോറ് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ചിരിക്കുന്നത് വിചാരിക്കും. നമ്മൾ ആക്ടിവിറ്റി ഇത് കഴിഞ്ഞ് കാണിക്കും. അപ്പോൾ ഈ അടച്ചു വെച്ചിരിക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ മൂടി ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. അതായത് ഈ വെള്ളവും ചോറും കൂടി ഈ പാത്രത്തിൻ്റെ മൂടിയെ ഇങ്ങനെ മുകളിലേക്ക് തള്ളും. ഇപ്പോൾ നമുക്കറിയാം, ഇതാണ് നമ്മൾ എക്സാമ്പിളായിട്ട് ഇതൊരു ഗ്ലാസ്സാണ്, ഇതിനകത്ത് കുറേ വെള്ളവും റൈസും കൂടിയിട്ട് തിളപ്പിക്കുകയാണ്. ഈ പാത്രം വെച്ച് ഞാൻ ഇതിനെ മൂടി വെച്ചിരിക്കും. അപ്പോൾ ഞാനിവിടെ താഴെ നിന്ന് ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹീറ്റ് അനുസരിച്ച് ഈ പാർട്ടിക്കിൾസിൽ ഈ വാട്ടറിനും അതുപോലെ ഈ റൈസിനും ഇൻറ്റേർണൽ എനർജി കിട്ടും. ആ ഇൻറ്റേർണൽ എനർജി ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് ഈ വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ ഈ പാത്രത്തിൻ്റെ മൂടി പതുക്കെ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങും, ഇങ്ങനെ പതുക്കെ ഉയരാൻ തുടങ്ങും. അപ്പോൾ ആ ഉയരുക എന്ന് പറയുന്നത് there is a displacement. ഈ പാത്രത്തിൻ്റെ മൂടി ഒരു പർട്ടിക്കുലർ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്ര ഉയർന്നു എന്ന് വിചാരിക്കുക. സോ there is a ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, വർക്ക് ഉണ്ടെന്നർത്ഥം. അപ്പോൾ നമ്മളിവിടെ താഴെ നിന്ന് ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ ആ ഹീറ്റ് എനർജിയുടെ ഒരു ഭാഗം ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും ബാക്കി ഈ സിസ്റ്റം എന്ത് ചെയ്യും, ഇതുപോലുള്ള വർക്കിന്, അതായത് ഈ പാത്രത്തിനെ മുകളിലേക്ക് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള വർക്കിന് ഉപയോഗിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ അരി ഇങ്ങനെ തിളക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ മൂടി ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്നത്. സോ there is a displacement. അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായ അതിനർത്ഥം വർക്ക് ഉണ്ടായി. ആ വർക്കാണ് നമ്മളിവിടെ ഡെൽറ്റ ഡബ്ല്യു, ചേഞ്ചിങ് അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്നാണ് പറയുക. സിസ്റ്റം ചെയ്യുന്ന വർക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്ന ഇതാണ്, വി കൺസിഡർ എ സിസ്റ്റം and delta Q is the amount of energy given to the system. Delta Q is the heat given to the system. And this heat is utilized, one part of this heat is utilized to increase the internal energy and the other part is used to do the external work done by the system. That is, delta Q is equal to delta U plus delta W. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം. ഡെൽറ്റ യു എന്താണ്, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ആൻഡ് ഡെൽറ്റ ഡബ്ല്യു എന്താണ്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ
രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞല്ലോ, കൊടുക്കുന്ന എനർജി കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കും. എന്തിനൊക്കെ ഉപയോഗിക്കും? ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ആൻഡ് ടു ഡു ദ എക്സ്റ്റേണൽ വർക്ക് ഡൺ. അല്ലാണ്ട് പറഞ്ഞ് നിർമ്മിക്കുക നശിപ്പിക്കുകയൊന്നുമില്ല അവിടെ. ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഡെൽറ്റ ഡബ്ല്യുവിന് നമ്മളൊരു എക്സ്പ്രഷൻ കൂടി കണ്ടെത്താൻ പോവാണ്. ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്ലാസ് എടുക്കുന്നു, ഈ ഗ്ലാസിൻ്റെ അകത്ത് വെള്ളം എടുക്കുന്നു, അടിയിൽ നിന്ന് ഹീറ്റ് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വെള്ളം ഇതിനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി, ഈ മൂടിയെ മുകളിലേക്ക് ഉയർത്തി. അതായത് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്താൽ ഇത് ഉയരുള്ളൂ. സോ ദർ ഇസ് എ ഫോഴ്സ്, പെർപെൻഡിക്കുലർ ഫോഴ്സ് കൂടിയാണ്, എന്നാലേ ഇതിന് മുകളിലേക്ക് ഉയർത്താൻ പറ്റുള്ളൂ. സോ ദർ ഇസ് എ ഫോഴ്സ് ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് ഓൾസോ പെർപെൻഡിക്കുലർ. അത് ആ പെർപെൻഡിക്കുലർ ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയയിലെ അതിനെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഞാൻ ചെയ്യാൻ പോകുന്ന ഇത്രേ ഉള്ളൂ. ഈ ഡെൽറ്റ ഡബ്ല്യു കണ്ടുപിടിക്കാൻ പോവാം. ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്തു, ഇവിടെ ഒരു സ്മോൾ ഫോഴ്സ് കൊടുത്തിട്ടാണ് ഈ മൂടിയെ മുകളിലേക്ക് ഉയർത്തിയത്. ആ ഫോഴ്സും ഇവിടെ മുകളിലേക്ക് ഉയർന്ന ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പം എന്താണ് ഫോഴ്സ്? അപ്പം ഞാൻ അതിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പോകും. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. നിങ്ങൾക്കറിയാം, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ നമ്മളുടെ ഈ ഗ്ലാസ് അതിൻ്റെ മുകളിൽ ഇതാണ്ട് ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, ഈ ഒരു നോർമൽ സർഫസ്, ഈ സർഫസിനെ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മുകളിലേക്ക് ഉയർത്തി ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഞാൻ ഡെൽറ്റ എക്സ് എന്ന് എടുത്തിരിക്കുക. ഈ സർഫസിന്റെ ഏരിയ ആണ് ഞാൻ എടുത്തിരിക്കുക. വേറൊന്നുമില്ല, ഇതാണ് ഈ ഒരു ഇതിനെ അടച്ചു വെച്ചു, ഇതിനെ തിളപ്പിച്ച് കഴിയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ എനർജി കാരണം അത് ഈ പാത്രം ഒന്ന് പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മുകളിലേക്ക് ഉയർന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഏരിയ ആണ് ഇവിടെ എടുത്തിരിക്കുക. ഇത് ഉയർന്ന എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉയർന്നു എന്നുള്ളതാണ് ഡെൽറ്റ എക്സ് എന്ന് എടുത്തിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ? ഇവിടുത്തെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ഇവിടെ? ഡെൽറ്റ എക്സ്. ഇനി നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ പ്രഷർ. ഇവിടെ ശരിക്കും നോർമൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതിന്റെ പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതി കൂടെ ഈ ഫോഴ്സിന്. ഇതിന്റെ ഏരിയ എ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു വാട്ട്? പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. എന്താണ്? പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഞാനിവിടെ ഈ ഒരു ബോഡി എത്ര വർക്ക് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, അതും നമുക്ക് ഫോഴ്സിന്റെ ടേംസിൽ കിട്ടിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പ്രഷർ, വോളിയം എന്ന് പറയുന്ന ആ പാരാമീറ്റേഴ്സിൽ കിട്ടിയിട്ടേ കാര്യമുള്ളൂ വർക്ക്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം വേറെ ഒന്നുമില്ല, ഈ ഒരു ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്തു, ഇത് ഹീറ്റ് ചെയ്തു. ആ വെള്ളം ഇതിനെ നോർമലി ഇങ്ങനെ മുകളിലേക്ക് ഈ സാധനത്തിന് പിടിച്ച് പൊക്കി. ഈ സാധനം ഡെൽറ്റ എക്സ് പൊങ്ങുമ്പോൾ ആവശ്യമായിട്ടുള്ള വർക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഈ പൊങ്ങണമെങ്കിൽ ഇതിന് നോർമൽ ഫോഴ്സ് കൊടുക്കണം. ഇത് നോർമലി ഫോഴ്സ് കൊടുത്തു, ആ നോർമൽ ഫോഴ്സ് ഇൻറ്റു ഇത് പൊങ്ങിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഇനി ആ നോർമൽ ഫോഴ്സ് എന്ന് പറയുന്ന നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ. അപ്പം ആ പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ ഫോഴ്സ്. അപ്പം ഈ ഫോഴ്സിന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഫോഴ്സിന് പകരം പ്രഷർ ഇൻറ്റു ഏരിയ. ഏരിയ എന്താണ്? അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഏരിയ. ഓക്കെ, അപ്പം ദിസ് ടോട്ടൽ ഏരിയ ഇൻറ്റു ഇവിടുത്തെ പ്രഷർ, ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യപ്പെടുന്ന നോർമൽ ഫോഴ്സിന്റെ പ്രഷർ. അപ്പോൾ ഈ നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അതിനെ ഏരിയ വെച്ച് കിട്ടിയപ്പോൾ ടോട്ടൽ ഫോഴ്സ് ഓൺ ദിസ് സർഫസ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഫോഴ്സിന് പകരം പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് കൊടുത്തു. ഡെൽറ്റ എക്സ്. ഇനി ഏരിയ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഏരിയ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അതിൻ്റെ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ സിലിണ്ടറിക്കൽ, അത് ഇതിങ്ങനെ വെക്കുന്നു. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു എത്ര പൊങ്ങി, അപ്പോൾ അത് അതിൻ്റെ ആ സിലിണ്ടറിൻ്റെ ഹൈറ്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ദ വോളിയം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഓർ ഹൈറ്റ്. എത്ര ഹൈറ്റാണ് ഇത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും എത്ര ഹൈറ്റ് ഇത് ഉയർന്നോ, അപ്പോൾ അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. സിലിണ്ടറിക്കൽ. അപ്പം ഇത്രയും ഉയർന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിനിടയിൽ ഒരു സിലിണ്ടറാണ് കിട്ടുക. അപ്പം ഏരിയ ഇൻറ്റു ദാറ്റ് ഹൈറ്റ് ഓഫ് ദാറ്റ് സിലിണ്ടർ, ലെങ്ത് ഓഫ് ദാറ്റ് സിലിണ്ടർ, ദാറ്റ് ഈസ് ദ വോളിയം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ സ്മോൾ വോളിയത്തിന് ഞാൻ പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ ഡബ്ല്യു, സ്മോൾ വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ നമുക്ക് വർക്കിന് ഒരു ഇക്വേഷൻ കിട്ടുകയാണ്.
pressure into change in volume, and that is change in work അല്ലെങ്കിൽ small work. അപ്പോൾ ഇത് തന്നെ നമ്മൾ dW എന്ന് എഴുതിയാൽ dW is equal to P into dV, where dV is the change in small change in volume and dW is the small work. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്തൊരു ഇക്വേഷൻ കിട്ടി? ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തി? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അതായത് നമ്മൾ എന്ത് ചെയ്ത് ഡെൽറ്റ ഡബ്ല്യു പകരം പി ഡെൽറ്റ വി എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതി വെച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമുക്ക് ഒരു ആക്ടിവിറ്റി കൂടി കാണാം ഇത് കഴിഞ്ഞിട്ട്, എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇത്രേ ഉള്ളൂ, കൺക്ലൂഷൻ ഇത്രേ ഉള്ളൂ. ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ സിസ്റ്റമായിട്ട് എടുത്തത് ഒരു പാത്രത്തിൽ ഒരു അരി വെള്ളവും കൂടി ഇട്ട് വെച്ചിട്ടുള്ള ഹീറ്റ് ചെയ്യുന്നതാണ്. ആ അരിയും വെള്ളവും കൂടിയാണ് നമ്മുടെ സിസ്റ്റം. ഹീറ്റ് നമ്മൾ ഗ്യാസ് കത്തിച്ച് ആ ഗ്യാസ് കത്തുന്ന അതാണ് ഹീറ്റായിട്ട് മാറുന്നത്. ആ ഹീറ്റാണ് ഡെൽറ്റ ക്യൂ. ദാറ്റ് ഡെൽറ്റ ക്യൂ ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം ഈസ് യൂട്ടിലൈസ്ഡ് ടു ഫസ്റ്റ് പാർട്ട് ഈസ് to increase the internal energy and the other part is used to do the external work. അല്ലാതെ ഒരിക്കലും ആ എനർജി പുതിയതായിട്ട് ഉണ്ടാവുകയില്ല, അവിടെ നിന്ന് ആരും കൊണ്ടുപോകത്തില്ല. കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ് ടു increase the internal energy and to do the external work done. That is delta Q is equal to delta U plus delta W. And what is delta W? That is P delta V. So this is the mathematical expression. Delta Q is equal to delta U plus P delta V. This is first law of thermodynamics. Okay, അപ്പോൾ നമുക്ക് ആ ഒരു ആക്ടിവിറ്റിയും കൂടി കണ്ട് നമുക്ക് വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ കുട്ടികളെ നമ്മൾ സാധാരണ നമ്മൾ കാണുന്നൊരു ആക്ടിവിറ്റിയാണിത്. ഒരു കുറച്ച് ചോറ് ഒരു കലത്തിലിട്ടിട്ട് അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിലൊന്ന് മൂടി വയ്ക്കുകയാണ്. ഒരു ഇത് വെച്ചിട്ട് പാത്രം വെച്ചിട്ട് മൂടി വയ്ക്കുന്നു. അപ്പോൾ നമ്മൾക്ക് അറിയാം സാധാരണ പോലെ ഒരു ഹീറ്റ് നമ്മൾ ഹീറ്റ് എനർജി ഗ്യാസ് വഴി ഗ്യാസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് എനർജി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇതിനകത്ത് ചോറുണ്ട്, വെള്ളമുണ്ട്. ആ ചോറ് നമ്മൾ കഞ്ഞി ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സാധാരണ കേസസിൽ കൊടുക്കുന്ന ഈ ഹീറ്റ് എനർജി ഉപയോഗിച്ച് ഇതിനകത്ത് ഒരു ചോറ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന കാണാൻ പറ്റും. സാധാരണ അതിൻ്റെ അകത്തുള്ള ആ ചോറിന് ഈ കൊടുക്കുന്ന എനർജി ഉപയോഗിച്ച് ചോറിങ്ങനെ തിളച്ചിങ്ങനെ മറിയും, മൂവി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിൻ്റെ പാത്രത്തിനെ മുകളിലേക്ക് ഉയർത്തുന്നതായിട്ട്. അതായത് ആ പാത്രം ഇപ്പോൾ കുറേ സമയം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു. അപ്പോൾ ഉയർത്തുക എന്ന് പറയുമ്പോൾ ദർ ഇസ് എ മോഷൻ, ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആ പാത്രത്തിന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം അവിടെ ഒരു വർക്കും കൂടി നടക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഹീറ്റ് എനർജി, ഗ്യാസ് കത്തുന്ന ഹീറ്റ് എനർജി ഡെൽറ്റ ക്യൂ ആയിട്ട് എടുക്കുന്നു. അതിനകത്തുള്ള ചോറിന് ആ എമൗണ്ട് ഓഫ് എനർജി ഉപയോഗിച്ച് ആ ചോറ് ഇങ്ങനെ തിളച്ച് മറിയുന്നു. അത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, അതിൻ്റെ ഇൻ്റേണൽ എനർജി ആവുന്നു. കൂടാതെ ഈ പാത്രത്തിൻ്റെ മൂടിയെ മുകളിലേക്ക് ഉയർത്തുകയും കൂടി ചെയ്യുന്നു. സോ ദർ ഈസ് എ വർക്ക്. ഇത് തന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ്, ഈ ഗ്യാസ് എന്ന് പറയുന്ന ഗ്യാസ് ഉപയോഗിച്ച് കത്തുന്നത് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ്. ആ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് എനർജി ഉപയോഗിച്ച് ഇതിനകത്തുള്ള ചോറിനെ, അതായത് പാർട്ടിക്കിൾസിനെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും, അതായത് അതിൻ്റെ ഇൻ്റേണൽ എനർജി കിട്ടുന്നു. ബാക്കി എമൗണ്ട് ഓഫ് എനർജി ഉപയോഗിച്ച് അതിന് മൂടി വച്ചിരിക്കുന്ന ഈ പാത്രത്തിനെ മുകളിലേക്ക് ഉയർത്തുകയും കൂടി ചെയ്യുന്നു. സോ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു, ദാറ്റ് ഈസ് ദ ഇൻ്റേണൽ എനർജി പ്ലസ് എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്നാണ് പറയുക. ഓക്കെ.